മുകേഷ്, എനിക്കൊരു ഫസ്റ്റ് ഒരു അർജൻറ്റായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണം. ഈ സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്ത മുകേഷ് നായർ ഐദർ വിത്ത് ഗേൾസ് ഓർ വിത്ത് ലിക്കർ, ഹൗ ആർ യു ബാലൻസിങ് ഇറ്റ്? ബാലൻസിങ് എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ ഉത്തരവുണ്ട്. നമ്മൾ ബാലൻസ് ചെയ്യുന്നുണ്ട്. രണ്ടും ഒരുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണല്ലോ. ആണോ? മാധു അങ്ങനല്ല. മദ്യം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ജീവിക്കുന്ന കേരള സംസ്ഥാനത്താണല്ലോ. കേരള സംസ്ഥാനം ഇന്ന് നിലനിന്ന് പോകുന്നത് ഇതിൻ്റെ വരുമാനം ഒന്നുകൊണ്ട് മാത്രമാണ്. ഇതില്ലെങ്കിൽ ഇല്ല, സത്യം. അപ്പോൾ അതൊരു വലിയ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. പിന്നെ അപ്പുറത്തെ സൈഡിൽ സ്ത്രീകളെന്ന് പറയുമ്പം നമ്മൾ എല്ലാവരും വേണമല്ലോ. അപ്പം ജനറ്റിക് ആയിട്ടുള്ള സ്ത്രീകളില്ലെങ്കിൽ പിന്നെ ഒന്നുമില്ലല്ലോ. നോ റീപ്രൊഡക്ഷൻ, നോ നത്തിങ്. സോ രണ്ടും ബാലൻസ്ഡ് ആണെന്നാണ് അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സോ നിങ്ങൾ എന്താ റീപ്രൊഡക്ഷൻ്റെ കിങ് ആണോ? ആൽഫ മെയിൽ എന്തെങ്കിലും ഫീലിംഗ് ഉണ്ടോ? അങ്ങനെ ഒരു ഫീലിംഗ് ഒന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് റീപ്രൊഡക്ഷൻ വേണമെങ്കിൽ നിങ്ങൾ വൈഫ് അല്ല റീപ്രൊഡക്ഷൻക്ക്. പിന്നെ എന്താ സ്ത്രീകളിൽ അല്ല, നമ്മൾ ജനറലൈസ് ചെയ്ത് പറഞ്ഞതാണ്. ഇപ്പോൾ ഞാൻ മദ്യത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും ഞാനല്ലല്ലോ ഈ ഹോൾ മദ്യവും കൺസ്യൂം ചെയ്യുന്ന ആൾ. ഞാനതിൻ്റെ 1% താഴേക്കേ ഉള്ളൂ. ബാക്കിയെല്ലാം കൺസ്യൂം ചെയ്യുന്ന ഇവിടുത്തെ ജനങ്ങളല്ലേ. അപ്പം ഇതെല്ലാം അതുപോലെ തന്നെയാണ്. ഇത് രണ്ടും ഞാൻ അങ്ങനെ ജനറലൈസ് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. ഇൻഡിവിജ്വലായിട്ട് അതിനെക്കുറിച്ചും പറഞ്ഞില്ല. ജനറലൈസ് ചെയ്ത് ബാലൻസ് ചെയ്യുന്നത് എങ്ങനെയാണ്, അത്രയേ ഉള്ളൂ. മദ്യം, ഡ്രിങ്ക്സ് കഴിക്കുന്നത് നോട്ട് ഗുഡ് ഫോർ ഹെൽത്ത് അല്ലേ? ഹൗ ആർ യു പ്രൊമോട്ടിങ് ഇറ്റ്? അതെങ്ങനെ പ്രൊമോഷൻ എങ്ങനെയാണ് അത് ചെയ്യുന്നത്? ഞാൻ മദ്യം പ്രൊമോഷനായിട്ട് ചെയ്യാറില്ല. ഞാൻ എൻ്റെ ലൈഫ് സ്റ്റൈല് വീഡിയോസ് കാണിക്കാറുണ്ട്. എൻ്റെ ലൈഫ് സ്റ്റൈലിൽ ഞാൻ ശബരിമലയിൽ 40 ദിവസം വ്രതം, ആ സമയം പിന്നെ അല്ലാതെ റംസാൻ ടൈം ഇതൊഴിച്ച് ബാക്കി എല്ലാ ദിവസവും മദ്യപിക്കുന്ന ആളാണ്. എവറി ഡേ വിത്ത് ഈ ഒരു 41 ഡേയ്സ് പ്ലസ് റംസാൻ ഫാസ്റ്റിംഗ് ഡേയ്സ്. UAയിലായിരിക്കും റംസാൻ സമയത്തൊക്കെ മിക്കവാറും. അപ്പോൾ നമ്മളെ ഫ്രണ്ട്സ് എല്ലാവരുമായിട്ട് നമ്മൾ ഒരുമിച്ച് ഫാസ്റ്റ് ചെയ്യും. അതുപോലെ ശബരിമല പോകുന്ന സമയത്ത് വ്രതമായിരിക്കും. ആ സമയം വെച്ച് ബാക്കി എല്ലാ ദിവസവും ഞാൻ വെള്ളം അടിക്കാറുണ്ട്. അപ്പോൾ അത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് JD ആണ് എൻ്റെ ഒരു ഇതിൻ്റെ തുടക്കം. അങ്ങനെയാണ്, JDയിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇപ്പോൾ അവിടെ നിന്ന് തുറുപ്പുകല്ലാനിലേക്ക് എത്തിയിരിക്കുന്നു. നമ്മുടേതല്ലേ തുറുപ്പുകൾ. ஸோ நல்ல ஹல்க் மாதிரி இருக்குது, பல்காக இருக்குது. പിന്നെ എങ്ങനെ ഡ്രിങ്ക്സും പിന്നെ ഇത്രയ്ക്കും യുനോ വാട്ട്, യു ആർ നോട്ട് ഫാറ്റ്, യു ആർ നോട്ട് ഒബേസ്ഡ്, യു ആർ വെൽ ബിൽഡ്. ഇതാണ് എൻ്റെ സ്റ്റേറ്റസ്. നിന്നെക്കുറിച്ച് എന്നെ ചോദിച്ചാൽ ഇത്ര ഡ്രിങ്ക്സും കഴിച്ചിട്ട് അതിനെ കോമ്പൻസ് ചെയ്യാൻ വാട്ട് കൈൻഡ് ഓഫ് ഫുഡ് യു ടേക്ക്? ഞാൻ ബേസിക്കലി ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, മദ്യം അമൃതിന് തുല്യമാണെന്നാണ്. കാരണം പക്ഷേ അധികമായാൽ അമൃതമാണല്ലോ ഏറ്റവും വലിയ വിഷവും എന്ന് പറയുന്നത്. അപ്പോൾ എന്ന് പറയുന്ന പോലെ നമ്മളത് മെഡിസിൻ പോലെ കഴിച്ചാൽ വളരെ നല്ലതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ അങ്ങനെ കഴിക്കാറുള്ളൂ. ഇതുവരെ ടിൽ ദിസ് മൊമെൻ്റ് വരെ എൻ്റെ ഒരു ബോധം പോയി ആരും എന്നെ കണ്ടിട്ടില്ല, വന്നിട്ടില്ല. അപ്പോൾ അതുവരെ എപ്പോഴും അങ്ങനെ ആയിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇതുവരെ നമുക്കറിയില്ലല്ലോ. ബട്ട് ടിൽ നൗ ഞാൻ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കഴിക്കുന്ന ആളാണ്. ഹെൽത്തി ആയിട്ട് കഴിക്കുന്നത്. ഞാൻ എപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്നത് മദ്യം എങ്ങനെ ഹെൽത്തി ആയിട്ട് കഴിക്കാം, വിത്ത് ടെൻഡർ കോക്കനട്ട് വാട്ടർ അല്ലെങ്കിൽ ഹണി, പിന്നെ വളരെ ഫ്രൂട്ട് ജ്യൂസസുമായിട്ടൊക്കെ മിക്സ് ചെയ്ത് അങ്ങനത്തെ കുറച്ച് വീഡിയോസൊക്കെയാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. അല്ലാതെ നിങ്ങൾ മദ്യം കുടിക്കണം എന്നല്ല, മദ്യം എങ്ങനെ കുടിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊരു എഡ്യൂക്കേഷൻ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിലില്ല. മദ്യം എല്ലാവരും കുടിക്കും, ചുമ്മാ ചിലർ എംപ്റ്റി സ്റ്റൊമക്ക് കുടിക്കും. ഒരിക്കലും കുടിക്കാൻ പാടില്ല എംപ്റ്റി സ്റ്റൊമക്ക്. ചിലർ അത് എന്താ പറയുക, വേറെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കുടിക്കും. നമ്മുടെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് തൊട്ട് ഒരിക്കലും കുടിക്കാൻ പാടില്ല. അതൊന്നും നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല. പക്ഷേ വളരെ ഹെൽത്തി ആയിട്ട് രസകരമായിട്ട്, ഇപ്പം അതിൽ ചില മദ്യത്തിൽ നമ്മൾ ലൈം ചേർക്കാറുണ്ട്. ഇപ്പം ലൈം ചേർക്കുമ്പം അത് കുറച്ചൊന്ന് ന്യൂട്രലൈസ് ചെയ്യും. പിന്നെ അതിൻ്റെ അകത്തുള്ള മോശം കാര്യങ്ങളൊക്കെ പോകും. ലൈക്ക് നമ്മളത് അറിയാമല്ലോ, മീതൈൽ ആൽക്കഹോൾ ആൻഡ് ഈതൈൽ ആൽക്കഹോൾ, അങ്ങനെ പല കാര്യങ്ങളാണ്. പല തമാശയ്ക്ക് പറയുന്നത് മീതയിലുള്ള ആൽക്കഹോൾ കളഞ്ഞിട്ട് കീഴയിലുള്ള ആൽക്കഹോൾ കുടിച്ചാൽ വിഷമില്ലെന്ന് പറയും. എന്ന് പറയുന്നത് കുറച്ച് ലൈമൊക്കെ ചേർക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് വേറെ കുറേ കമ്പോണൻസ് ചേർക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഭയങ്കരമായിട്ടുള്ള ചേഞ്ചസ് വരും. നമ്മുടെ ബോഡിയിൽ തന്നെ അത് കൊണ്ടുവരാൻ പറ്റും. ബട്ട് ഇതൊക്കെ ബ്രാൻഡിയിൽ സാധ്യമാണോ? ബ്രാൻഡി ഓഫ് കോഴ്സ് ഇറ്റ്സ് എ ഗ്രേപ്പ് ഡ്രിങ്ക് ആണ്. നല്ല ബ്രാൻഡി ആണെങ്കിൽ യു തിങ്ക് വിത്ത് ബ്രാൻഡി വിത്ത് ലൈം കോർഡിയൽ ഓർ ലെമൺ വിൽ അത് കറക്റ്റ്? ബ്രാൻഡിയിൽ കൊണിയാക്ക് എപ്പോഴും നമ്മുടെ കൊണിയാക്കിൽ ഏത് ബ്രാൻഡ് എടുത്താലും അതിൽ ഹണി വിത്ത് ഒരു പിഞ്ച് ഓഫ് ലൈം ഭയങ്കര ഒരു വേറൊരു ടേസ്റ്റ് തരും. ബ്രാൻഡി ഇറ്റ്സെൽഫ് ഒരു ഗ്രേപ്പ് ഡ്രിങ്ക് ആണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് സിട്രിക് എവരിബഡി അഫോർഡ് കൊണിയാക്ക്. അത് പാടാണ്, കൊണിയാക്ക് അഫോർഡ് ചെയ്യാൻ പാടാണ്. ബട്ട് നമ്മളുടെ ഇന്ത്യയിലെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മേജർ നല്ല ബ്രാൻഡുകളെല്ലാം ഗ്രേപ്സിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. കൊണിയാക്ക് എന്ന് പറയുന്ന ഫ്രാൻസിലുള്ള ഒരു സ്ഥലമാണ്. ആ സ്ഥലത്തു നിന്നുണ്ടാകുന്ന സ്പെഷ്യൽ ഗ്രേപ്സ് കൊണ്ട് ഉണ്ടാക്കുന്ന ബ്രാൻഡിയാണ് കൊണിയാക്ക് എന്ന് പറയുന്നത്. കൊണിയാക്ക് ഇറ്റ്സെൽഫ് ഇസ് എ ബ്രാൻഡി. ബട്ട് അതിൻ്റെ അകത്ത് ഏജ് ഉണ്ട്. കൊണിയാക്കിൻ്റെ 80 years,
ഷിവാസ് റീഗൽ 12 years. അപ്പോൾ ആ ഒരു ഇത് നമ്മുടെ ബ്രാൻഡ് ചെയ്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഗ്രേപ്പ് കൊണ്ടുണ്ടാക്കി എടുക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ നിനക്ക് എന്നെ ഒന്ന് ഒരു ചോദ്യം കേൾക്കണമെന്ന് തോന്നുന്നില്ലേ? എനിക്ക് ചോദിക്കണമെന്നുണ്ട്. നിക്ക് കാരണം ഞാൻ ഇതൊക്കെ പറയുന്നുണ്ടല്ലോ. അല്ല, ചോദിക്കാൻ വരുവരുത്. ഓക്കെ, അതല്ല പിന്നെ ചോദിക്കണം. ഓക്കെ, സോ എത്ര നിങ്ങൾ ഡ്രിങ്ക് അഡ്വൈസബിൾ ഒരാളുടെ ബോഡി വെയിറ്റ് എത്രയാണോ അത്രയും കഴിക്കാം എന്നുള്ളതാണ്. ആരോഗ്യപരമായി കഴിക്കാം. അത് ഡോക്ടേഴ്സ് പോലും അഡ്വൈസ് ചെയ്യുന്നത്. നമുക്ക് എത്ര ബോഡി വെയിറ്റ് ഉണ്ടോ അത്രയും ml ഓഫ് ആൽക്കോൾ നമുക്ക് കഴിക്കാമെന്നാണ് പറയുന്നത്. അത് ഒരിക്കലും ഒരു അൺഹെൽത്തി അല്ലെന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ പലരും, ഞാനുൾപ്പെടെ, ഞാൻ അതിൻ്റെ ഇരട്ടിയോ 3 ഇരട്ടിയോ കഴിക്കാറുണ്ട്. പക്ഷേ എങ്കിലും അത് റെഗുലേറ്ററാണ്. പക്ഷേ പലരും കഴിക്കുന്നത് അതിൻ്റെ 10 ഇരട്ടിയോ 20 ഇരട്ടിയോ ആണ്. അവിടെയാണ് അതിൻ്റെ അപകടം. ഇവനൊരു 5 ഇരട്ടി വരെ കഴിച്ചാൽ പോലും പ്രോബ്ലം ഇല്ല. ഇപ്പം ഡെയിലി അതിൻ്റെ ഒരു 10 ഇരട്ടിയൊക്കെ കഴിച്ചാൽ ലിവറൊക്കെ എപ്പോൾ അടിച്ചു പോയെന്ന് കേട്ടത്. ഭക്ഷണം എങ്ങനത്തെ ഭക്ഷണം? ഫുഡ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും സീ ഫുഡ് ലവറാണ്. ഏറ്റവും കൂടുതൽ കഴിക്കുന്ന സീ ഫുഡാണ്. പിന്നെ ഞാൻ ഭക്ഷണം കഴിക്കുമ്പം റൈസ് ഭയങ്കര കുറച്ചും ചോറിന് പകരം മീനിന് പകരം ചോറും കഴിക്കുന്ന ആളാണ്. അപ്പം ഏറ്റവും കുറച്ച് ചോറും അങ്ങനെയുള്ള കാർബോഹൈഡ്രേറ്റ്സ് വളരെ കുറച്ച് കഴിക്കാറുള്ളൂ. അതുപോലെ വർക്കൗട്ട് ചെയ്യുന്നു. ഇനി എത്ര എന്തൊക്കെ ലേറ്റായിട്ട് പോയി കിടന്നുറങ്ങിയാലും അല്ലെങ്കിൽ എത്ര അടിച്ച് ഫിറ്റായിട്ട് പോയി കിടന്നാലും അടുത്ത ദിവസം രാവിലെ എണീറ്റ് വർക്കൗട്ടിന് പോകും. ഇന്നിപ്പോൾ ഇവിടെ ട്രാവൽ ചെയ്ത് വന്നെങ്കിൽ രാവിലെ ഞാൻ വർക്കൗട്ടിന് പോയിട്ടാണ്. ആ ഒരു കാര്യം ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. ഓക്കെ മുകേഷ്, ഇപ്പോൾ നമുക്ക് ഏർലിയർ ടൈംസ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയപ്പോൾ എല്ലാവരും നിങ്ങൾ അവർ മോഹൻലാൽ ലേട്ടനോട് കമ്പയർ ചെയ്താണ് പറഞ്ഞത്. പർപ്പസ് ആയിട്ട് അങ്ങനെ ക്രിയേറ്റ് ചെയ്തോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റൈൽ അങ്ങനെയാണോ? ഞാൻ കോളേജ് പഠിക്കുമ്പോൾ വളരെ ആക്റ്റീവായിരുന്നു മിമിക്രി മോണോ ആക്ടിൽ. അപ്പോൾ ആ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഇമിറ്റേറ്റ് ചെയ്തത് ലാൽ സാറിനെയാണ്. ഈ ഫിഗർ ഷോസിനൊക്കെ പോകുമായിരുന്നു. ലൈക്ക് ഫോർ ഏണിങ് പോക്കറ്റ് മണി, നമ്മൾ അതായിരുന്നു നമ്മുടെ മെയിൻ ഒരു സോഴ്സ് ഓഫ് ഇൻകം. ആ സമയത്ത് നമ്മൾ ആ ഒരു ഫിഗർ എപ്പോഴും പിടിച്ചു വെച്ചിരിക്കും. പെട്ടെന്ന് പോയി സ്റ്റേജിൽ കയറി ഡ്രസ്സ് മാറി മീശ ഒന്ന് ട്വിച്ച് ചെയ്ത് പിന്നെ റൈവൻ ഗ്ലാസ് വെച്ചാൽ ലാൽ സാറിന് കിട്ടണം. അപ്പോൾ ആ ഒരു ഫിഗർ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുക, എളുപ്പത്തിൽ ഇതാവാനുണ്ട് ട്രാൻസ്ഫോർമേഷനായിട്ട്. അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് അങ്ങനെ കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഓഫ് കോഴ്സ് ഒരു പരിധി വരെ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു ഡെയിലി ഇതിൽ ഉള്ളതുകൊണ്ട് ചിലപ്പം അങ്ങനെ ആൾക്കാർക്ക് തോന്നുന്നതായിരിക്കും. അദ്ദേഹത്തെ നമുക്ക് ഒരിക്കലും പൂർണ്ണമായി അനുകരിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരാളെ അല്ല അദ്ദേഹം. അത് നേരിട്ട് അറിയാവുന്ന ആളാണ്. അത് നമ്മുടെ ഞാൻ ഏരീസിൽ ജോലി ചെയ്ത സമയത്ത് നമ്മൾ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോ മേടിക്കുന്നത്, ഏരീസ് വിസ്മയ മാക്സ്. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ ടേക്ക് ഓവറും അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹത്തെ ഒരുപാട് പ്രാവശ്യം മീറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ താങ്കളെ ഫിഗർ കാണിച്ചിട്ട് ഒരുപാട് പോക്കറ്റ് മണി ഉണ്ടാക്കിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? അപ്പോൾ പുള്ളി പറഞ്ഞാൽ അതിൽ നിന്ന് കുറച്ച് ഷെയർ എനിക്ക് തരാൻ പറഞ്ഞു. പക്ഷെ പറഞ്ഞാണ് വളരെ വയറിൽ 2 ഇടിയൊക്കെ തന്നിട്ട് പറഞ്ഞ് അതിൽ നിന്ന് കുറച്ച് ഇത് എനിക്ക് തരണം എന്ന് പറഞ്ഞു. പുള്ളി എപ്പോഴും വിസ്മയ മാക്സ് സ്റ്റുഡിയോ വരും. ഇപ്പോഴും പുള്ളിയുടെ മേജർ മൂവീസ് എല്ലാം ഡബ് ചെയ്യുന്ന അവിടെയാണ്. പുള്ളിക്ക് കംഫർട്ടാണ് അവിടെ, ഭയങ്കര കംഫർട്ടാണ്. പുള്ളിയുടെ മേജർ മൂവീസ് എല്ലാം അവിടെ തന്നെയാണ് പുള്ളി ചെയ്യുന്നത്. പുള്ളിയുടെ ഓൺ സ്റ്റുഡിയോ ആയിരുന്നതുകൊണ്ട് പുള്ളിക്ക് പിന്നെ പേരിൽ അദ്ദേഹത്തിൻ്റെ മകളുടെ പേരല്ലേ, അത് നമ്മളത് എടുക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരൊറ്റ ഇപ്പോൾ പിടിവാശിയ പേര് ചേഞ്ച് ചെയ്യരുത് എന്നുള്ളതാണ്. ട്രിവാൻഡ്രത്തും കൊച്ചിയിലും ഇതുവരെ നമ്മളത് ഏരീസ് വിസ്മയ മാക്സ് എന്ന് മാത്രമേ വെച്ചിട്ടുള്ളൂ. അത് അദ്ദേഹത്തിൻ്റെ മോളോടുള്ള സ്നേഹം